കുറേ ആൾക്കാർക്ക് നമ്മളിത് കുടിച്ച് കാണിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുടിക്കാമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ, നിങ്ങൾക്ക് കാണാമല്ലോ, ഇതുണ്ട്, കാണാമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തന്നെ കുടിച്ച് കാണിക്കാം. ചിലർ ഹോം റെമഡിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമുക്ക് എളുപ്പം റിസൾട്ട് കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞ് വലിയ പനിക്കൊന്നും ഇത് കഴിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ മാക്സിമം ഡോക്ടറെ കാണണം. ഇത് ചെറിയ തൊണ്ടവേദന, ചെറിയ ചുമ അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം റെമഡിയാണ്. നമ്മളെല്ലാവരും ഹോം റെമഡികളൊക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഇത് മഴക്കാലമാണ്. മഴക്കാലത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പനി, ചുമ, തുമ്മൽ, അതുപോലെ തന്നെ വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പം പൊതുവായിട്ട് എല്ലായിടത്തും പകർച്ചവ്യാധി പോലെ പനിയുടെ സീസണൊക്കെ വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഒരുപാട് ഓവറല്ലാത്ത പനികൾക്കും തൊണ്ടവേദനകൾക്കും ചുമയ്ക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. എനിക്ക് 2 ദിവസമായിട്ട് ഒരു തൊണ്ടവേദനയാണ്, തൊണ്ടകുത്തൽ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം തോന്നുന്നു. 2 ദിവസത്തേക്ക് മുമ്പ് ഞാൻ പത്തനംതിട്ടയ്ക്ക് ഒന്ന് പോയായിരുന്നു. ആ പോയ സമയത്ത് കുറച്ച് മഴ നനയുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നനഞ്ഞല്ല, ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് തലയിലൊക്കെ വെള്ളം വീണ് പല പ്രാവശ്യമായിട്ട് കഴിയുമ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നല്ല മഴയാണ്, തണുപ്പുമാണ്. അതോടൊപ്പം തന്നെ ഇപ്പം പൊതുവായിട്ട് എല്ലായിടത്തും പനിയുടെ പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു തൊണ്ടവേദന വന്നു. അപ്പം ഞാൻ ചെയ്തൊരു ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഹോം റെമഡി, അതിൽ വലിയ പനിയുള്ളവരോ ചുമയുള്ളവരോ ഒന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. ചെറിയ ജലദോഷം, ചെറിയ പനി, ചെറിയ ചുമകൾ, തൊണ്ടവേദന, തൊണ്ടകുത്തൽ, ഇങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസിന് നല്ലതാണ്. എല്ലാവർക്കും എത്രത്തോളം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഗ്യാസ് നമുക്കിത് കുടിച്ചു കഴിയുമ്പം ഒരു ഏമ്പക്കമൊക്കെ പോരും. അപ്പം ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നാരങ്ങയും, ഇതാണ് തൊണ്ടവേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മരുന്ന്. ഇതൊരു പനങ്കൽക്കണ്ടമാണ്. ഇതിട്ട് നമുക്ക് ആ വെള്ളം തിളപ്പിക്കും. ഇതിനോടൊപ്പം നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് കഴുകി ചതച്ച് കുട്ടണിയിലിട്ട് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ അതും കൂടി ഇതിനകത്ത് ചേർക്കാം. നന്നായിട്ട് ചതയ്ക്കാണ് കുട്ടണിയിലിട്ട്. അതിനോടൊപ്പം നമുക്കൊരു വെളുത്തുള്ളി കൂടി വേണം. നല്ല മുഴുത്തൊരു വെളുത്തുള്ളിയാണ്, അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചതയ്ക്കാം. അപ്പോൾ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ചുക്ക് കാപ്പിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്നിട്ട് വെട്ടി തിളയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അത് ഒത്തിരി വേണ്ട, കുറച്ച് മതി. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ വെക്കുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഒത്തിരി എരിവായ കുടിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം ഇതും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നല്ലപോലെ തിളച്ച് നമ്മളൊരു 2-3 ഗ്ലാസ് വെള്ളം വെക്കുകയാണെങ്കിൽ പകുതിയാക്കണം. ഒരു നാരങ്ങ എടുത്ത് ഞാൻ കഴുകി വയ്ക്കണം. ചെറിയൊരു നാരങ്ങയാണ്. ഇത് വാങ്ങിച്ചു വെച്ചോണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട്. ഇത് വാങ്ങിച്ചു വെച്ചോണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായിട്ടോ. ഇതിനകത്ത് വരുന്ന വേസ്റ്റുകളൊന്നും ഇതിന്റെ അകത്തേക്ക് പോകത്തില്ല. നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ പുറത്ത് കളയാം. ബ്ലോക്ക് ആവത്തില്ല. ബ്ലോക്ക് ആവത്തില്ല, പൈപ്പൊന്നും ബ്ലോക്ക് ആവത്തില്ല. അതൊരു നല്ലൊരു കാര്യം. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡിയായി കേട്ടോ. ചുക്ക് നല്ല
മണം അടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി തുളസിയരി ഇടണം. തുളസി പിന്നെ നമുക്ക് വേണ്ടുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഇപ്പം നല്ലൊരു പനിക്കൂർക്കയുടെ ഇല നമുക്ക് പറിച്ചെടുക്കാം. ഒരു നല്ലൊരു ഇല മതി. ഈ ഇലയുടെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിനകത്ത് ചലന്തി വലയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. ഒറ്റ ഇലയുടെ ആവശ്യമുള്ളൂ, അല്ലെ പിന്നെ ഇത് മുഴുത്തൊരിലയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. ഇത് നമ്മൾ വാഷ് ചെയ്ത് നമുക്ക് തിളയ്ക്കുന്ന ചുക്കുവെള്ളത്തിലോട്ടിടാം. ഇട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാം. വാടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇതിപ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങും. ഇതിപ്പോൾ ആയി. ഇതെല്ലാം നന്നായിട്ട് വെന്തു. തുളസിയിലയും പനിക്കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്കിത് വാങ്ങി അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് കുടിക്കണം. കണ്ടില്ലേ, എല്ലാം അരിച്ച് നമുക്ക് കിട്ടി. എന്നുണ്ട് കടുങ്കാപ്പി പോലാണ്. കണ്ടോ, ഇതിന് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇതിനകത്തോട്ട് കുറച്ച് ആറിക്കഴിഞ്ഞിട്ട് ചെറു ചൂടോടെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കണം. അപ്പം നമ്മുടെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മളത് ചെറിയൊരു കപ്പിലേക്ക് പകരാം. നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ കുടിക്കാവുന്ന ആവശ്യത്തിനുള്ളത് എടുത്തു. കുറച്ച് മതിയല്ലോ, ഓവർ വേണ്ടല്ലോ, അപ്പോൾ അത് മതി. ഒരു മുറി നാരങ്ങ അതുകൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഓക്കെ, അതും പിഴിഞ്ഞു. അരി കോരിക്കളഞ്ഞു. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി കേട്ടോ. അരി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഒന്നിനങ്ങ് അരിച്ചെടുക്കാം. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് എടുത്ത് അരിച്ചെടുക്കണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നാരങ്ങയുടെ അല്ലിയല്ലേ, നാരങ്ങയുടെ അരി വരുമ്പോൾ ഇങ്ങനെ എടുത്താൽ കളഞ്ഞാൽ മതി കേട്ടോ. ഇതാണ് സൂപ്പറാണ്. തൊണ്ടവേദന പമ്പ കിടക്കും. എനിക്കിപ്പോൾ തൊണ്ടവേദന ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു റെസിപ്പി ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ ഉപയോഗിക്കത്തില്ല. അപ്പം എനിക്കൊരു ഒച്ചയടപ്പ് പോലെ ഇന്ന് രാവിലെ തൊട്ടൊരു തൊണ്ടവേദന. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഇത് കുടിക്കാം എന്ന്. അപ്പം ഇത് ഈ മഴയുടെ സമയത്ത് തന്നെ, ഇപ്പോൾ കോവിഡിൻ്റെ ടൈമല്ലേ, ആ സമയത്ത് തൊണ്ടവേദന നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. നമ്മളിത് ഇങ്ങനെയുള്ള ഹോം റെമഡി ചെയ്ത് നോക്കുക. 100% റിസൾട്ടാണ്. എന്ന് പറഞ്ഞ് വലിയ പനിയുള്ളവർ ഇങ്ങനെയുള്ള ടിപ്പുകളൊന്നും നോക്കിയിരിക്കാതെ ഡോക്ടറെ കാണണം. അത് മസ്റ്റാണ്. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ ജലദോഷം, ചെറിയ തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ നോക്കുന്നത്. ഞാൻ മാക്സിമം മെഡിസിൻ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ടിപ്പുകളിലൂടെ ആണ് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള രോഗങ്ങൾ, അതായത് പനി, തൊണ്ടവേദന, മൂക്കൊലിപ്പ് ഇങ്ങനെയൊക്കെ വരുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഇതിൻ്റെ നാരങ്ങയുടെ അല്ലി കിടക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ, അരിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് ചൂടോടെ കുടിക്കട്ടെ. നമ്മളിത് കുടിച്ച് കാണിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുടിക്കാമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ, നിങ്ങൾക്ക് കാണാമല്ലോ.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തന്നെ കുടിച്ച് കാണിക്കാം. ചിലർ ഹോം റെമഡിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ നമുക്ക് എളുപ്പം റിസൾട്ട് കിട്ടുന്നതാണ്. എന്ന് പറഞ്ഞ് വലിയ പനിക്കൊന്നും ഇത് കഴിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ മാക്സിമം ഡോക്ടറെ കാണണം. ഇത് ചെറിയ തൊണ്ടവേദന, ചെറിയ ചുമ അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലതാണ്.